Hi students, welcome to Easy Math online classes. Myself Vishnu. നമ്മൾ ഇന്ന് ഈസി മാത്തിലൂടെ S1 BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈസി മാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസി മാത്ത് ഒരു ഓൺലൈൻ ലേണിംഗ് അക്കാഡമിയാണ്. കംപ്ലീറ്റ്ലി ഫോർ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ലേണിംഗ് അക്കാഡമിയാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ സ്വഭാവം നമ്മുടെ www.easymathacademy.com എന്ന വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ നിങ്ങൾ പഠിക്കാനുള്ള സിലബസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ അരമണിക്കൂർ ലെങ്തുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ വീഡിയോസ് എന്നാണോ ഈസി മാത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് മുതൽ എക്സാമിൻ്റെ ഡേ വരെ എത്ര തവണ വേണോ വീഡിയോസ് കാണാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം, നോട്ട്സ് എഴുതി പഠിക്കാം. അതിനുശേഷം എല്ലാ ടോപ്പിക്കിൻ്റെയും ഏതൊരു ടോപ്പിക്കിൻ്റെയും ഒരു ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷൻ നമ്മൾ എല്ലാ ആഴ്ചയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീഡിയോസിലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സോൾവ് ചെയ്യാം. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ തരും, ആ അസൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ ലൈവ് ക്ലാസ് ഉപയോഗിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിലൂടെയാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളെ ആഡ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ടീച്ചേഴ്സ് എപ്പോഴും ഫുൾ ടൈം ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈസി മാത്തിൻ്റെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അഡ്രസ്സും വെബ് അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിന്ന് S1 കാരുടെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. S1 കാരുടെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള പ്ലസ് ടുവിൽ പഠിച്ച ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നീ കാൽക്കുലസിൻ്റെ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ് നിങ്ങൾക്ക് S1 പഠിക്കാനുള്ളത്. ഇപ്പോൾ 2 മോഡ്യൂളാണ് പഠിക്കാനുള്ളത്, ഡിഫറൻഷ്യൽ കാൽക്കുലസും അതുപോലെ ഇൻ്റഗ്രൽ കാൽക്കുലസും. അതിൽ ബേസിക് ഡെറിവേറ്റീവ് ഫോമുലകളും ബേസിക് ഇൻ്റഗ്രേഷൻ ഫോമുലകളും നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലാതെ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഇൻ്റഗ്രേഷൻ്റെയും ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് വൈഡായിട്ട് വോളിയവും അതുപോലെ തന്നെ സർഫസ് ഏരിയയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ആണ് നമുക്ക് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ കാൽക്കുലസ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവിൻ്റെ ഫോമുലാസ് എല്ലാം പ്ലസ് ടുവിൽ നിന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പുതിയ കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈസി മാത്തിലൂടെ നിങ്ങളുടെ S1 BSc മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ മോഡ്യൂളായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷിയേഷനകത്ത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന റൂളുകളെല്ലാം പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്, പ്ലസ് 1 പ്ലസ് 2 ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂളുകളെ കുറിച്ചല്ല, പകരം അതിൻ്റെ ആപ്ലിക്കേഷനാണ്, ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷനാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, അതുപോലെ അപ്രോക്സിമേഷൻ എറേഴ്സ്, അതുപോലെ തന്നെ മാക്സിമ മിനിമ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് ഹൈ ലെവൽ പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആ മോഡ്യൂളിലേക്ക് കിടക്കാം. മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷിയേഷൻ എന്നാണ് ആദ്യത്തെ മോഡ്യൂൾ. നോക്കാം നമുക്ക്. അതിലെ ആദ്യത്തെ ഭാഗം റിലേറ്റഡ് റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് കിടക്കാം. ഡെറിവേറ്റീവിൻ്റെ റൂളുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു y = f of x എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എടുത്താൽ അവിടെ 2 വേരിയബിൾസ് ആണുള്ളത്. അതിൽ x എന്നുള്ള വേരിയബിളിനെ വിളിക്കുന്ന പേര് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും, അതുപോലെ y എന്ന് പറയുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേര് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുമാണ്. ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും 2 വേരിയബിൾസ് ആണ് അവിടെ ഉള്ളത്. എക്സിനെ ഇൻഡിപെൻഡൻ്റ് എന്ന് വിളിക്കാൻ കാരണം എക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വാല്യൂസ് അസ്യൂം ചെയ്യാൻ സാധിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസ് ആണ് ആർക്ക് കിട്ടുക? വൈക്ക് കിട്ടുക. എക്സിന് 1 കൊടുത്താൽ വൈക്ക് അടുത്ത വാല്യൂ, അതുപോലെ എക്സിന് 2 കൊടുത്താൽ വൈക്ക് അതിനനുസരിച്ചുള്ള വാല്യൂ. അപ്പോൾ എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് അസ്യൂം ചെയ്യുന്ന അനുസരിച്ച് വൈക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൻസേഴ്സ് ആണ് കിട്ടുക. ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് ഒരു ചേഞ്ച് ഉണ്ടായാൽ വൈയും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ എക്സിൻ്റെ ചേഞ്ചിനനുസരിച്ചുള്ള വൈയുടെ ചേഞ്ച്, ആ ചേഞ്ചിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെറിവേറ്റീവ്.
അപ്പോൾ dy/dx എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എന്താണ് എക്സ്. എക്സിന് ചേഞ്ച് ഉണ്ടായാൽ അതിനനുസരിച്ച് ഒരു ചേഞ്ച് വൈക്ക് ഉണ്ടാവും. ആ ചേഞ്ചിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെറിവേറ്റീവ്, dy/dx. അപ്പോൾ എവിടെയൊക്കെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടോ അവിടെയൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ആദ്യത്തെ സംഗതി, അതായത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന സംഗതി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. എവിടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടോ അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറുന്നതനുസരിച്ച് ഡിപ്പെൻഡന്റ് വേരിയബിളിന് മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഡെറിവേറ്റീവ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ള വാക്ക് കണ്ട അപ്പോൾ മനസ്സിലാക്കുക എന്താണെന്ന്, ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. +2 വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയവരാണ് നിങ്ങൾ. ശരി, ഇപ്പോൾ അതിനൊരു കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രോബ്ലം, ഇപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ബലൂണിനെ ഊതി വീർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഊതി വീർപ്പിക്കുന്നത് കുറച്ച് എയർ അകത്തേക്ക് കയറ്റിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ഊതി വീർപ്പിക്കുകയാണ്. അപ്പോൾ ടൈം കഴിയും തോറും ഈ സ്പെറിക്കൽ ബലൂണിന്റെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും, വോളിയം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുക, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റിൽ വാട്ടറിലേക്ക്, ഒരു ലേക്കിലെ സ്റ്റിൽ വാട്ടറിലേക്ക് ഒരു കല്ല് അല്ലെങ്കിൽ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേവ്സ് ഉണ്ടാവും. ആ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ടൈം കഴിയുന്തോറും ഈ സർക്കിളിന്റെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും, അതുപോലെ ഏരിയ കൂടിക്കൊണ്ടിരിക്കും. അവിടെയും നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കുക, അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കാം. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയും മറ്റൊരു ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടാൽ അത് ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഡെറിവേറ്റീവിന്റെ റൂളുകളും മറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ കൂടുതലും സ്റ്റെപ്പ് പ്രോബ്ലങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം, നോക്കി. ഒന്നാം ചോദ്യം, സപ്പോസ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ differentiable functions of t and are related by the equation y equal to x cube. Find dy/dt at a time t equal to 1 if x equal to 2 and dx/dt equal to 4 at a time t equal to 1. കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് dy/dt ആണ്. y equal to x cube ആണ് ഫംഗ്ഷൻ. y equal to x cube തന്നിട്ടുള്ള എന്തൊക്കെയാ? dy/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം t ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്, dx/dt is equal to 4 തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതും dx/dt 4 എന്ന് പറയുന്നതും എല്ലാം t ഈക്വൽ ടു 1 എന്ന് പറയുന്ന ടൈമിലാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. dy/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക്. dy/dt എടുത്താൽ dy/dt is equal to, ഇതൊരു എക്സ് ക്യൂബ് ആണ്. ആദ്യം ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ആണ് ഇൻറ്റു എക്സിനെ ഡെറിവേറ്റീവ് എടുക്കുന്നത് t കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു dx/dt കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിലേക്കാണ് നമ്മുടെ വാല്യൂ സപ്ലൈ ചെയ്യേണ്ടത്. dy/dt when t equal to 1. 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ? എക്സ് 2 ആവും. t equal to 1 ആവുമ്പോൾ എക്സ് 2 ആവും എന്നറിയാം. സോ 3 ഇൻറ്റു 2² ഇൻറ്റു dx/dt. dx/dt എത്രയാണ്? 4 ആണ് when t equal to 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു 4, 12 ഇൻറ്റു 4 എത്ര കിട്ടും? 48. അതാണ് dy/dt. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്റ്റ് ചോദ്യം എന്നുള്ള രീതിക്കാണ് ഈ ചോദ്യം ചെയ്യാൻ പറ്റിയത്. ഇനി പക്ഷേ ചെയ്യുന്ന ചോദ്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, നമ്മളൊരു സിസ്റ്റം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യേണ്ട ചോദ്യമായിരിക്കും. നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കാണ് അടുത്ത് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അസ്യൂം ദാറ്റ് ഓയിൽ സ്പിൽഡ് ഫ്രം a ruptured tanker spread in circular pattern whose radius increases at a constant rate of 2 feet per second. How fast is the area of the spill increasing when the radius of the spill is 60 feet? അപ്പോൾ ഈ ഓയിൽ വെച്ചിരിക്കുന്ന ഏതോ ഒരു ടാങ്കറിൽ നിന്ന് എന്ത് ചെയ്യണം? ഓയിൽ ലീക്ക് ചെയ്യുകയാണ്. ആ ലീക്ക് ചെയ്യുന്ന ഓയിൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്ന? സർക്കുലർ ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആ സർക്കുലർ ഷേപ്പിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് dr/dt നമുക്ക് തന്നിട്ടുണ്ട് 2 feet per second എന്നാണ്.
അതുപോലെ തന്നെ നമുക്കതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസിങ് ഓഫ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് ആവശ്യം. dA/dt ആണ് നമുക്ക് ആവശ്യം. വെൻ ദ റേഡിയസ് ഓഫ് ദി സ്പിൽ ഈസ് 60 ഫീറ്റ്, റേഡിയസ് ഈക്വൽ ടു എത്രയാകുമ്പോൾ 60 ഫീറ്റ് ആകുമ്പോൾ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം ഏരിയയുടെ ഇക്വേഷൻ കൊണ്ടുവരാം. സർക്കിളിൻ്റെ ഏരിയ πr² ആണ് അല്ലേ. നോക്കി, ഏരിയ ഓഫ് ദി സർക്കിൾ πr². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. സോ dA/dt ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ π ഇൻറ്റു r²ൻ്റെത് 2r ഇൻറ്റു dr/dt. ഇതിനകത്തേക്ക് വേണം നമ്മുടെ വാല്യൂസ് അപ്ലൈ ചെയ്യാൻ. dA/dt വെൻ റേഡിയസ് ഈസ് 60 ഫീറ്റ് ആൻഡ് എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ഈസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് എത്രയാകുമ്പോൾ 60 ഇൻറ്റു dr/dt 2. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 ഇൻറ്റു 4, 4 ഇൻറ്റു 6, 24, 240 π. അത്രയും ഏരിയ ആയതുകൊണ്ട് എന്താ ഫീറ്റ് സ്ക്വയർ പെർ സെക്കൻഡ്. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ചോദ്യത്തിലേക്ക് പോവാം. നോക്കുക, ചോദ്യത്തിലേക്ക് പോവാം. നോക്കി, എ ബേസ്ബോൾ ഡയമണ്ട് ഈസ് എ സ്ക്വയർ ഹൂസ് സൈഡ്സ് ആർ 90 ഫീറ്റ് ലോങ്. ഈ ഫിഗർ തന്നിട്ടുള്ളത് പോലെ. സപ്പോസ് ദാറ്റ് എ പ്ലെയർ റണ്ണിങ് ഫ്രം സെക്കൻഡ് ബേസ് ടു ദ തേർഡ് ബേസ് ഹാസ് സ്പീഡ് 30 ഫീറ്റ് പെർ സെക്കൻഡ്. ആ സെക്കൻഡ് ബേസിൽ നിന്ന് തേർഡ് ബേസിലേക്ക് പോകുന്ന സ്പീഡ് 30 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അറ്റ് ദി ഇൻസ്റ്റന്റ് വെൻ ഹി ഈസ് 20 ഫീറ്റ് ഫ്രം ദി തേർഡ് ബേസ്, 20 ഫീറ്റ് ഫ്രം ദി തേർഡ് ബേസിൽ നിന്ന് 20 ഫീറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കുമ്പോൾ അറ്റ് വാട്ട് റേറ്റ് ദ പ്ലെയേഴ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഹോം പ്ലേറ്റ് ചേഞ്ചിങ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഹോം പ്ലേറ്റിൽ നിന്ന് അവൻ്റെ ഡിസ്റ്റൻസ് കുറയുന്ന റേറ്റ് എത്രയെന്നാണ്. ഇവിടെ നിന്ന് അവൻ ഓടി എന്തിലേക്ക് വരികയാണ്? സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻസും ഈ ഡയഗണൽ ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. 90 ഫീറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പം ഇവിടെ ഇയാൾ ഓടി വരുന്ന സ്പീഡിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ ഹോം പ്ലേറ്റിൽ നിന്ന് ഇവൻ്റെ ഡിസ്റ്റൻസ് കുറയുന്ന റേറ്റ്, ആ ഡിസ്റ്റൻസിനുണ്ടാവുന്ന വ്യത്യാസത്തിൻ്റെ റേറ്റാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം നമുക്ക്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇപ്പുറത്തോട് മാറ്റി ഞാൻ ആ ഫിഗർ അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ വേരിയബിൾസിനെ ഞാൻ പേര് കൊടുക്കുകയാണ്. ഇതിനെ ഒരു എ എന്നും ഇവനെ ബി എന്നും ഇവനെ സി എന്നും ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ എ ബി 90 ഫീറ്റ് ആണ്. ബി സി അത് ഞാനൊരു വേരിയബിൾ എക്സ് ആയിട്ടും അതുപോലെ തന്നെ എ സി ഞാനൊരു വൈ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ ലെറ്റസ് ടേക്ക് എന്താ ബി സി ഇസ് ഈക്വൽ ടു വേരിയബിൾ എക്സ് ആൻഡ് എ സി ഇസ് ഈക്വൽ ടു വേരിയബിൾ വൈ. നമുക്കറിയാവുന്ന കാര്യം എ ബി ഇസ് ഈക്വൽ ടു എത്ര? 90 ഫീറ്റ്. നമുക്ക് തന്നിട്ടുള്ളത് എക്സിൻ ചെറുതാവുന്ന, എക്സ് കുറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എത്രയാ? സ്ക്വയർ ഫോർ 90, സ്പീഡ് ഓഫ് 30 ഫീറ്റ് പെർ സെക്കൻഡ്. സ്പീഡ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് ആ തന്നിരിക്കുന്ന സ്പീഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 30. സോ dx/dt ഈസ് ഈക്വൽ ടു 30 ആണ്. പക്ഷേ കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അതിന് മൈനസ് സൈൻ കൊടുത്ത് -30 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് എഴുതി. നമുക്ക് വേണ്ടത് വൈ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ്. വെൻ വൈ ഈസ് ഈക്വൽ ടു എത്രയാകുമ്പോൾ വെൻ 20 ഫീറ്റ് ഫ്രം ദി തേർഡ് ബേസ് അറ്റ് ദി ഇൻസ്റ്റന്റ് വെൻ ഹി ഈസ് 20 ഫീറ്റ് ഫ്രം ദി തേർഡ് ബേസിൽ നിന്ന് 20 ഫീറ്റ് ആകുമ്പോഴുള്ള dy/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്, അത് വെച്ച് വൈയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കിതിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. എന്താ പൈതഗോറസ് തിയറം? നമുക്കിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറും പ്ലസ് 90 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആയിട്ടുള്ള വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ, dy/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ്പ്രഷനെ ഞാൻ ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഈ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് ടി കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y ഇൻറ്റു dy/dt ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 90 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെത് 2x ഇൻറ്റു dx/dt പ്ലസ് 90 സ്ക്വയർ ഡെറിവേറ്റീവ് എടുത്താൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓബിയസ്ലി ഡെറിവേറ്റീവ് 0. ഇത് നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. dy/dt കിട്ടാൻ വേണ്ടി വൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ dy/dt ഈസ് ഈക്വൽ ടു വൈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ x/y ഇൻറ്റു എന്ത് dx/dt.
അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. ആ എ ബിയുടെ വാല്യൂ 90 ഫീറ്റ് അതറിയാം. പിന്നെ എക്സിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? വെൻ ഹീസ് അറ്റ് an instant when he is 20 feet from the third base. എന്നുവെച്ചാൽ തേർഡ് ബേസിൽ നിന്ന് 20 ഫീറ്റ് എവേ ആണ് അയാൾ നിൽക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 20 ഫീറ്റ് എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എക്സ് വേണം, ഡി എക്സ് ബൈ ഡി ടി വേണം, വൈ വേണം. പക്ഷെ വൈ നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൈതോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് വൈ ഈസി ആയിട്ട് കിട്ടും. നോക്കാം നമുക്ക് പൈതോറസ് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഞാൻ ഇപ്പുറത്തോട് മാറ്റി ചെയ്യാം വൈയുടെ വാല്യൂ. സോ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ആണ് ഓൾവേസ്. സോ റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20യുടെ സ്ക്വയർ പ്ലസ് 90യുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 90യുടെ സ്ക്വയർ 8100 പ്ലസ് 20യുടെ സ്ക്വയർ 400 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 8500. ഇതാണ് വൈയുടെ വാല്യൂ. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഇതിലേക്ക് വാല്യൂസ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യാം, 8500 നമുക്ക് റൂട്ട് ഓഫ് 85 ഇൻറ്റു 100 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 റൂട്ട് 85 എന്നാവും. 10 ഇൻറ്റു റൂട്ട് ഓഫ് 85നെ നമുക്ക് 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 1 ടൈംസ് 35 17 അല്ലേ? 17 കറക്റ്റാണ്. ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10 റൂട്ട് 85 മതി. ഇറ്റ് ഈസ് ഇനഫ്. ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബൈ വൈ, എക്സിൻ്റെ വാല്യൂ നമുക്ക് 20 ആണെന്നറിയാം. സോ 20 ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ 10 റൂട്ട് 85 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ -30. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 ക്യാൻസലായി പോവും. -60 ബൈ റൂട്ട് 85 അത്രയും ഫീറ്റ് പെർ അല്ലേ? ഫീറ്റ് പെർ എന്താ ഡി എക്സ് ബൈ ഡി ടി -30 ഫീറ്റ് പെർ സെക്കൻഡ് ആണ് കേട്ടോ. പെർ സെക്കൻഡ് ആണ്. സോ അതങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫീറ്റ് പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ആ രീതിയിലുള്ള ചോദ്യമാണ്, പക്ഷേ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും. പൈതോറസ് തിയറം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തന്നിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് എക്സും വൈയും റേറ്റ് ഓഫ് ചേഞ്ചും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വൈയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വാല്യൂറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത ഐഡിയ പൈതോറസ് തിയറം ഡയറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്യുന്നതാണ്. മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ഫിഗർ ഉണ്ട്, നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. We have shown a camera mounted at a point 3000 feet from the base of a rocket launching pad. If the rocket is rising vertically 880 feet per second when it is 4000 feet above the launching pad, how fast must the camera elevation angle changes at that instant to keep the camera aimed at a rocket? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലോഞ്ചിങ് പാഡുണ്ട്. ഈ ലോഞ്ചിങ് പാഡിൽ ഒരു ക്യാമറ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്തേക്കാണ്. നമ്മളിവിടെ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തേക്കാണ്. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ റോക്കറ്റ് മുകളിലേക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യുകയാണ്. റോക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ ക്യാമറ എന്ത് ചെയ്യണം? ക്യാമറ ചേഞ്ച് ചെയ്യണം. ഇവിടെ നിന്ന് ക്യാമറ ഇതിനെ എയിം ചെയ്യാണ് റോക്കറ്റിനെ. വി ഷോൺ ദാറ്റ് ക്യാമറ മൗണ്ട് അറ്റ് എ പോയിന്റ് 3000 ഫീറ്റ് ഫ്രം ദി ബേസ് ഓഫ് ദി റോക്കറ്റ് ലോഞ്ചിങ് പാഡ്. ഇതാണ് റോക്കറ്റ് ലോഞ്ചിങ് പാഡ്. അവിടെ നിന്ന് 3000 ഫീറ്റ് എവേ ആണ്. 3000 ഫീറ്റ് എവേ ആണ് നമ്മുടെ ക്യാമറ വെച്ചേക്കുന്നത്. ഇഫ് ദി റോക്കറ്റ് ഈസ് റൈസിങ് വെർട്ടിക്കലി 880 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് റോക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക മുകളിലേക്ക്. അപ്പോൾ ഇത് ലെങ്ത് എക്സ് അതൊരു വേരിയബിൾ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ലെങ്ത് വേരിയബിൾ ആണ്. നോക്കി, ഈ എക്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഡി എക്സ് ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട് 880 ഫീറ്റ് പെർ സെക്കൻഡ് എന്നാണ്. വെൻ ഇറ്റ് ഈസ് 4000 ഫീറ്റ് എബവ് ദി ലോഞ്ചിങ് പാഡ്, അതായത് വെൻ എക്സ് ഈക്വൽ ടു, നേരത്തെ അതേ മോഡൽ പ്രോബ്ലം തന്നെ, വെൻ എക്സ് ഈക്വൽ ടു 4000 ഫീറ്റ് എബവ് ദി ലോഞ്ചിങ് പാഡ്, ഹൗ ഫാസ്റ്റ് മസ്റ്റ് ദി ക്യാമറ എലിവേഷൻ ആംഗിൾ. ഈ ക്യാമറ എലിവേഷൻ ആംഗിൾ ഇതിന് ഞാനൊരു തീറ്റയെന്നോ മറ്റോ കൊടുത്താൽ ഈ തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് ആവശ്യം. ചേഞ്ച് അറ്റ് ദ ഇൻസ്റ്റന്റ് ടു കീപ് ദി ക്യാമറ എയിംഡ് അറ്റ് ദി റോക്കറ്റ്. റോക്കറ്റിൽ തന്നെ എയിം ചെയ്യണമെങ്കിൽ ആ തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച്, എത്ര റേറ്റ് ഓഫ് ചേഞ്ചിലാണ് ഈ തീറ്റ മാറേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അതിന് എക്സ് അറിയാം, പിന്നെ ബേസിലേക്കുള്ള ആ ഡിസ്റ്റൻസ് 3000 ഫീറ്റ് എന്ന് പറയാം. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് തീറ്റയും എക്സും നമ്മളുടെ റിലേഷൻ വേണം അല്ലേ?
എപ്പോഴും ഇത് പൈതഗോറസ് തിയറം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കോൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും. ഞാൻ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് ടാൻ തീറ്റ എടുക്കുകയാണ്. ഫോർമുല അനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ആരാ? അഡ്ജസൻറ്റ് സൈഡ് 3000 അല്ലേ. ഈ ഫോർമുലയിൽ ഡി എക്സ് ബൈ ഡി ടി നമുക്കറിയാം. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 4000 ഫീറ്റ് ആകുമ്പോഴുള്ള വാല്യൂ ഒക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സംഗതികളുണ്ട്. കണ്ടുപിടിക്കേണ്ടത് തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച്. തീറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഡി തീറ്റ ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഇക്വേഷൻ അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു ടി. ടി വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടാൻ തീറ്റ ഡെറിവേറ്റീവ് എന്താ? ടാൻ തീറ്റ ഡെറിവേറ്റീവ് sec square theta into d theta by dt is equal to എക്സിൻ്റെ ഡെറിവേറ്റീവ് dx by dt, പിന്നെ ഒരു 1 by എന്തുകൊണ്ട് 3000 ഉണ്ട്. കോൺസ്റ്റന്റ് 1 by 3000 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ അറിയാം. എക്സ് 4000 ഫീറ്റ് ആകുമ്പോഴുള്ള ഡി തീറ്റ ബൈ ഡി എക്സ് ഡി ടി ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൽ ഡി തീറ്റ ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ സി സ്ക്വയർ തീറ്റ വേണം. സി സ്ക്വയർ തീറ്റ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാം. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വെൻ എക്സ് ഈക്വൽ ടു 4000 ഫീറ്റ്, എക്സ് 4000 ഫീറ്റ് ആകുമ്പോൾ ബേസ് എന്തായാലും 3000 ഫീറ്റ് ആണല്ലോ. ടാൻ തീറ്റ ആ സമയത്ത് എന്താ കിട്ടുക? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ ഓപ്പോസിറ്റ് ബൈ എന്ത് കിട്ടും? അല്ലെങ്കിൽ സീക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എടുത്തുവാണെങ്കിൽ സീക്ക് കണ്ടുപിടിക്കാം. എന്തോ ആയിക്കോട്ടെ, ടാൻ തീറ്റ ഞാൻ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4000 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് എപ്പോഴും 3000 തന്നെ. സോ 3000ഉം 4000ഉം ക്യാൻസൽ ആയിപ്പോയിട്ട് 4/3 ആണ് ആരുടെ വാല്യൂ? ടാൻ തീറ്റയുടെ വാല്യൂ. നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ട സി സ്ക്വയർ തീറ്റയാണ്. സി സ്ക്വയർ തീറ്റ ആക്ച്വലി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു 1/3000. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇപ്പോൾ എന്താവും? ഫോർമുല അനുസരിച്ച് 1 പ്ലസ് 16/9 ഇൻറ്റു 16/9 ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു 1/3000. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 1 പ്ലസ് 16 25 ഡിവൈഡ് ബൈ 9 ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു 1/3000. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു എത്ര? 3000 ഉണ്ട്. വാല്യൂ സപ്ലൈ ചെയ്താൽ മതി. 9 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ എത്രയാണ്? 880 അല്ലേ. 880 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 3000. അതിൽ ഒരു സീറോയും ക്യാൻസൽ ആയി പോവും. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, എന്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് 9 ഇൻറ്റു 88 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 3300 എന്നങ്ങ് എഴുതുകയാണ്. ഇത്രയും ആംഗിളാണ് അല്ലേ. ആംഗിളിൻ്റെ ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് ഡി തീറ്റ ബൈ ഡി ടിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആവേണ്ടത്. എന്തിനു വേണ്ടി? ഇത് മുകളിലേക്ക് വരുമ്പോഴുള്ള ഈ അതേ റേറ്റിൽ തന്നെ ഈ നമ്മുടെ റോക്കറ്റിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ തീറ്റ ഇൻക്രീസ് ചെയ്യേണ്ട റേറ്റ് എത്രയാണ്? 9 ഇൻറ്റു 88 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 300 എന്ന റേറ്റിലാണ് ആംഗിൾ മാറേണ്ടത്. ആംഗിളിനുണ്ടാവേണ്ട ചേഞ്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണോ ആവശ്യം അതിനെ തന്നിരിക്കുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിലേക്ക് മാറണം. അപ്പോൾ ആ വേരിയബിളിലേക്ക് അവനെ കൺവേർട്ട് ചെയ്യണം. അതേ ഉള്ളൂ ഇതിൽ ആ കാര്യം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. സപ്പോസ് ദാറ്റ് liquid is to be cleared of sediment by allowing it to drain through a conical filter that is 16 cm high and has a radius of 4 cm at the top. Suppose also that the liquid is forced out of the cone at a constant rate of 2 cm³ per minute. Do you think that the depth of the liquid will decrease at a constant rate? Give a verbal argument that justifies your conclusion. Find a formula that expresses the rate at which the depth of the liquid is changing in terms of depth and use that formula. Determine whether your conclusion in part is correct. At what rate the depth of the liquid changing at the instant when the liquid in the cone is 8 cm deep? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഒരു കോണിക്കൽ ആയിട്ടുള്ള ഫ്ലാസ്ക് അല്ലേ,
കോണിക്കലായിട്ടുള്ള suppose that liquid is to be cleared of sediment by allowing it to drain through a conical filter അല്ലേ കോണിക്കൽ ഫിൽറ്ററിൽ കൂടെ വെള്ളത്തിനെ എന്ത് ചെയ്യാം പോകാൻ അനുവദിക്കുകയാണ് കോണിക്കൽ ഫിൽറ്ററിലൂടെ വെള്ളത്തിനെ പോകാൻ അനുവദിക്കുകയാണ് ഇതെങ്ങനെ there is a 16 centimeter height അതിൻ്റെ ഹൈറ്റ് എത്രയാണ് 16 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് 16 centimeter height and has radius 4 centimeter at the ടോപ്പിലെ റേഡിയസ് 4 centimeter ആണ് 4 centimeter ആണ്. Suppose also that liquid is forced out of the cone at a constant rate. ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ലിക്വിഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ റേറ്റ് 2 centimeter cube per minute ആണ്. അപ്പോൾ അതിന് കാണുമ്പോൾ തന്നെ അറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് തന്നിരിക്കുന്നത് 2 centimeter cube per minute. എങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് വിൽ ഡിക്രീസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്? ആ വെള്ളം ഇതിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ലിക്വിഡ് എന്ത് ചെയ്യാണ് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ തന്നെ അതിൻ്റെ ഹൈറ്റ് കുറയുമോ എന്നാണ് ആദ്യ ചോദ്യം. വിൽ ഇറ്റ് ബി പോസിബിൾ എന്നാണ്. കോൺസ്റ്റന്റ് റേറ്റ് തന്നെ കുറയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ കുറയും തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയം ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ആൻഡ് റേഡിയസിലാണ്. വോളിയം ചേഞ്ച് ചെയ്യുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനകത്തുള്ള വേരിയബിൾ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് ഒന്ന് എഴുതി ജസ്റ്റിഫൈ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ബാക്കി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സിൻസ് വോളിയം ഓഫ് ഇതൊരു ക്യൂബിക് ഷേപ്പിലാണ് ഒരു കോൺ ഷേപ്പിലാണ് ഇതിലെ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വോളിയം എന്ന് പറഞ്ഞാൽ കോണിൻ്റെ വോളിയം ആണ് 1/3 πr²h. ഇതാണ് വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ. സിൻസ് കോമ സിൻസ് ചെയ്തിട്ടുണ്ട് കോമ ഇത് വോളിയം ഇൻ ടേംസ് ഓഫ് r² ആൻഡ് h ആണ്. അതുകൊണ്ട് തന്നെ ഈ വോളിയത്തിൻ്റെ റേറ്റ് ആരുടെയൊക്കെ റേറ്റിനെ ആശ്രയിച്ചിരിക്കും? ആറിൻ്റെ റേഡിയസിൻ്റെയും ഹൈറ്റിൻ്റെയും റേറ്റിനെ ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് റേഡിയസിനെയും കൂടെ ഹൈറ്റിലോട്ടോ ഹൈറ്റിനെയും കൂടെ എന്തിലോട്ടോ റേഡിയസിലോട്ടോ മാറ്റാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൻസ് വോളിയം സിൻസ് ഇൻ ദി ഫോർമുല വോളിയം ചേഞ്ചസ് ഇൻ എ കോൺസ്റ്റന്റ് റേറ്റ് height also changes in constant height എന്ത് ചെയ്യും ഒരു കോൺസ്റ്റന്റ് റേറ്റ് തന്നെയായിരിക്കും ചേഞ്ച് ചെയ്യുക. അപ്പോൾ അത് നമുക്കിനി നോക്കണം. 2 centimeter cube per minute എന്നുള്ള റേറ്റിലാണ് വോളിയം ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസും കോൺസ്റ്റന്റ് റേറ്റ് തന്നെയായിരിക്കും ചേഞ്ച് ചെയ്യുക. അത് നമുക്കിനി നമ്മുടെ അടുത്തൊരു ഫോമുലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് എ ഫോമുല ദാറ്റ് എക്സ്പ്രസസ് ദി റേറ്റ് അറ്റ് വിച്ച് ദ ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് ഈസ് ചേഞ്ചിങ് ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ആൻഡ് യൂസ് ദാറ്റ് ഫോമുല ടു ഡിറ്റർമിൻ വെദർ യുവർ കൺക്ലൂഷൻ പാർട്ട് എ ഈസ് കറക്റ്റ്. അതായത് വോളിയത്തിനെ നമ്മൾ ഡെപ്തിൻ്റെ ടേംസിലോട്ട് മാറ്റി ഇത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ബി ആൻസറിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കാണാൻ സാധിക്കും അല്ലേ? അത് നോക്കിയേ, ഇതിനകത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും ആ ആപ്ലിക്കേഷനോ ഡിഫറൻഷിയേഷനിൽ കൺസ്ട്രക്ട് ചെയ്ത് അതുപോലെ തന്നെ ഇതിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ട്രയാങ്കിൾ. ഐ മീൻ 4 centimeter റേഡിയസും 4 centimeter ബേസും അതുപോലെ തന്നെ 16 centimeter ഹൈറ്റും ആയിട്ടുള്ള ട്രയാങ്കിൾ ഇതാണ്. ആക്ച്വലി വെള്ളത്തിൻ്റെ ലെവൽ ഇവിടെ ഉണ്ടേ. ഈ വെള്ളത്തിൻ്റെ റേഡിയസ് ആറും വെള്ളത്തിൻ്റെ ഹൈറ്റ് എച്ചും വേരിയബിൾസ് ആണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ ആറും എച്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് സ്മോൾ ആറും അതുപോലെ ഇവിടുത്തെ ഹൈറ്റ് സ്മോൾ എച്ചും. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് 16 ആണ്. 4 ആണ് ഇവിടുത്തെ മുകളിലത്തെ റേഡിയസ്. ആ വെള്ളത്തിൻ്റെ റേഡിയസിന് സ്മോൾ ആറെന്നും വെള്ളത്തിൻ്റെ ഹൈറ്റിന് എന്നും എടുത്തു, സ്മോൾ എച്ചെന്ന് എടുത്തു. ഇനി ഈ ട്രയാങ്കിൾ ഒരു സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് യൂസിങ് സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടി അല്ലേ, സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടി ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് 4 ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഈ ആംഗിളും സെയിം ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് 16ഉം ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എച്ചും ആണ്. അവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/r is equal to 4/h എന്ന് കിട്ടും. നമുക്ക് റേഡിയസിനെയും കൂടെ എന്തിലോട്ടാണ് മാറ്റേണ്ടത്? ആറിലേക്കാണ് മാറ്റേണ്ടത്. വിച്ച് ഇംപ്ലൈസ് റേഡിയസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയസ് ഇസ് ഈക്വൽ ടു h/4. ഇപ്പോൾ റേഡിയസിനെയും കൂടെ h/4ലോട്ട് മാറ്റാൻ പറ്റി. ദെയർഫോർ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താവും?
വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്. ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു എച്ച്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫുൾ 1/48 പൈ എച്ച് ക്യൂബ് എന്ന് കിട്ടും. വോളിയത്തിനെ ഇൻ ടേംസ് ഓഫ് എന്തിലാക്കി? ഹൈറ്റിലാക്കി. ഇനി ഈ വോളിയത്തിനെ ഇൻ ടേംസ് ഓഫ് ഹൈറ്റിലാക്കിയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് വോളിയം ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് മാറുന്നതെങ്കിൽ ഹൈറ്റും ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും മാറുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറ്റ് വാട്ട് റേറ്റ് ദി ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് ചേഞ്ചിങ് അറ്റ് ദി ഇൻസ്റ്റന്റ് വെൻ ദി ലിക്വിഡ് ഇൻ ദി കോൺ ഈസ് 8 സെൻറ്റിമീറ്റർ ഡീപ്പ്. കോണിൻ്റെ ഡെപ്ത് 8 സെൻറ്റിമീറ്ററിന് ഡീപ്പാണെങ്കിൽ നമുക്കൊരു സ്പേസും കൂടെ അധികം എടുക്കാം. സോറി, അത് മാറിപ്പോയി. ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ എഴുതി ചേർക്കാം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഒരു എഴുതി ചേർത്തിട്ട് അടുത്ത പേജിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കാം. സോ 1/3 അല്ലേ, എന്താ 1/3 പൈ എച്ച് ക്യൂബ് ഡിവൈഡ് ബൈ 16, അതായത് 1/48 അല്ലേ പൈ എച്ച് ക്യൂബ്. ഇതാണ് വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് വി നീഡ് ടു ഫൈൻഡ് റേറ്റ് അറ്റ് വിച്ച് ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് ചേഞ്ചിങ്. സിയിലേക്ക് പോവാണ്. വോളിയത്തിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു. dv/dt = h എന്ന് വെച്ചാൽ ആ ഹൈറ്റ്, അതിൻ്റെ ഡെപ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ ഡെപ്ത് അതിങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ. അപ്പോൾ അത് ഡിക്രീസിങ് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ വോളിയം കുറയുന്നു, അപ്പോൾ ഹൈറ്റും കുറയുന്നു എന്നുള്ളത് നെഗറ്റീവ് ഒക്കെ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. വേറെ പ്രശ്നമില്ല, നമുക്കറിയാമല്ലോ അത് കുറയുകയാണെന്നുള്ളത് അറിയാമെന്നുള്ളത്. അങ്ങനെ നെഗറ്റീവ് ഇടാതെ തന്നെ അങ്ങ് പറഞ്ഞു പോവുക. dv/dt = 1/3 പൈ എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3h² ഇൻറ്റു dh/dt. 3 ക്യാൻസലായി പോയി. dv/dt = പൈ h² ഇൻറ്റു dh/dt. ഇതിലെ dh/dt ആണ് നമുക്ക് ആവശ്യം. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? dh/dt = dv/dt എന്തുകൊണ്ട് ഇൻറ്റു 1/πh² മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൽ എച്ച് എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ ദി കോൺ ഈസ് 8 സെൻറ്റിമീറ്റർ ഡീപ്പ്, അതായത് വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാകുമ്പോൾ 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതങ്ങ് കൊടുത്താൽ മതിയല്ലോ. = dv/dt വാല്യൂ എത്രയാണ്? വോളിയം ചേഞ്ച് ചെയ്യുന്ന റേറ്റ് 2 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നാണ്. സോ 2 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഇൻറ്റു 1/π ഇൻറ്റു h². എച്ച് എത്രയാകുമ്പോഴുള്ള എച്ചിൻ്റെ വാല്യൂ 8 സെൻറ്റിമീറ്റർ ഡീപ്പ്, 8². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 8² 64 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 32, 1/32 പൈ. അത്രയും സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. മിനിറ്റ് എന്നല്ലേ റേറ്റ്? സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങളിതൊക്കെ എനിക്കൊന്നു +2 ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഇതേപോലത്തെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ആ ചോദ്യം. അപ്പോൾ വോളിയത്തിന് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായാൽ എന്തിനും നമ്മുടെ ആ ഡെപ്തിനും എന്തുണ്ടാവും? റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും. കാരണം വോളിയത്തിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എന്തിൻ്റെ ഇക്വേഷനാണ്? ഡെപ്തിൻ്റെ ഇക്വേഷനിലാണ് തന്നിരിക്കുന്നത്. സോ ഇൻ ടേംസ് ഓഫ് ഡെപ്തിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോളിയത്തിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെപ്തിൻ്റെ റേറ്റും എന്താവും? കോൺസ്റ്റന്റ് ആവും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി നമ്മൾ ബാക്കിയുള്ള പ്രൂഫുകൾ ചെയ്തു വന്നു. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യനും? അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ.